വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു ജയനും വിജയനും. ഒരിക്കൽ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിനായി ബ്രഹ്മപുത്രന്മാരും വലിയ വിഷ്ണു ഭക്തന്മാരുമായ സനകാദികൾ എന്നറിയപ്പെടുന്ന ബാലന്മാരായ 4 സന്യാസിമാർ വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ ജയവിജയന്മാർ ഇവരെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെ അനാദരിച്ചു. ഇതിൽ കോപം വന്ന സനകാദികൾ ഉടൻ തന്നെ അവരിരുവരെയും ദാനവരായി തീരട്ടെ എന്ന് ശപിച്ചു. അവർ തങ്ങൾ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് ക്ഷമ ചോദിക്കുകയും ശാപമോക്ഷം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ക്രോധമടങ്ങിയ സനകാദികൾ അവർക്ക് മോക്ഷം നൽകി ഇങ്ങനെ പറഞ്ഞു: അടുത്ത 3 ജന്മം അസുരന്മാരായി ജനിച്ച് ആ 3 ജന്മത്തിലും മഹാവിഷ്ണുവിന്റെ കൈകളാൽ നിഗ്രഹിക്കപ്പെട്ട് അതുവഴി ശാപമോക്ഷം ലഭിക്കട്ടെ. അങ്ങനെ ശാപത്തിന്റെ ഫലമായി അവർ കശ്യപ പ്രജാപതിയുടെയും അസുരമാതാവ് ദിതിയുടെയും പുത്രന്മാരായി ജനിച്ചു. അവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അങ്ങനെ അസുരന്മാരായി ജനിച്ച ജയവിജയന്മാർ ലോകപീഠ ചെയ്തു നടക്കാൻ തുടങ്ങി. ഒരിക്കൽ ഹിരണ്യാക്ഷൻ സമുദ്രത്തിലിറങ്ങി ഗദ കൊണ്ട് തിരമാലകളെ താടനം ചെയ്തുകൊണ്ടേയിരുന്നു. ഭയചകിതനായ വരുണദേവൻ മഹാവിഷ്ണുവിനെ